വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഡെയിലിയൊക്കെ വീഡിയോ ഇടാറുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നല്ല, നമ്മൾ ചെറിയൊരു ജോലി തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ആഴ്ചയിൽ 3-4 വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞ് കൂടുതൽ വീഡിയോസ് ഇടാമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ അധികം വലിച്ചിടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കമൻറ്റും ലൈക്കൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പയ്യോളിയിലെ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡാണിത്. അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, മണ്ണ് അടിച്ചിട്ടേ ഉള്ളൂ. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഈ ഒരു പ്രദേശത്ത്. കഴിഞ്ഞ തവണയൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ അതേപോലെ തന്നെ പേരാമ്പ്ര റൂട്ടിലേക്ക് പോകുന്ന അവിടെയുള്ളൊരു ട്രാൻസ്ഫോമറും കാരണം അവിടെ ടേൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ആ ട്രാൻസ്ഫോമറൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. റോഡിൻ്റെ നടുവിലുള്ളത് പോലെയാണ് ഇപ്പോൾ സത്യത്തിൽ അതുള്ളത്. അതേപോലെ പയ്യോളി സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നേയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്താണ്. ഇവിടെയും മണ്ണടിച്ചിട്ടുണ്ട്. ഇവിടെയും താറിങ്ങിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ള. കഴിഞ്ഞ മഴയത്ത് ഇവിടെയുള്ള മണ്ണൊക്കെ ഒലിച്ച് നേരെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ആ പരിസരങ്ങളിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ പയ്യോളി സ്റ്റാൻഡിൻ്റെ ഈ ഒരു വർക്ക് നടക്കുന്നിടത്തൊക്കെ പല വാഹനങ്ങളൊക്കെ നിരത്തിയിട്ടിരുന്നു. ഇപ്പോൾ വാഗാട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ബോർഡൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ സർവീസ് റോഡൊക്കെ ഒരുപാട് പൊട്ടിയും പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ആ പൊട്ടിയും പൊളിഞ്ഞും കിടക്കുന്ന ഭാഗത്ത് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടാറ് ചെയ്യുക എന്നതൊരു ശീലമില്ല. പകരം അവർ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയില്ല, പകരം അവർ ആ കുണ്ടുകളിൽ കുറച്ച് കോറി വേസ്റ്റുകൾ കൊണ്ടുപോയി തള്ളും. അപ്പോൾ അതിനുശേഷം മഴയത്ത് വെള്ളം കയറുമ്പോൾ ആ കോറി വേസ്റ്റ് വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ മുന്നോട്ട് പിറകോട്ടൊക്കെ ചലിച്ചുകൊണ്ട് അത് വലിയൊരു കുന്ന് വലിയായിട്ട് അല്ലെങ്കിൽ വേറെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ച് ഉയർന്ന് മണ്ണ് കിടക്കും. ഇനിയിപ്പോൾ മഴയൊക്കെ പോയി ഒന്ന് വെയിലറച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോറി വേസ്റ്റുകൾ പാറിയിട്ട് അതിലെ ഒരു മനുഷ്യന്, ഒരു ബൈക്കുകാരന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും, ഇനി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും. ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയൊക്കെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതാണ്. പക്ഷേ അതൊന്നും ടാറ് ചെയ്യുക എന്നത് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. അവർക്കതിന് താല്പര്യമില്ലാത്തതാണ്. ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി യാത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. അപ്പം ഈ ഭാഗം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സർവീസ് റോഡിലൂടെ വാഹനം പോയിരുന്നത്. അപ്പോൾ മഴവെള്ളം കയറിയതിന് ശേഷം അവർ 6 വരിയുടെ കുറച്ച് താറ് ചെയ്ത ഭാഗത്ത് നേരെ സർവീസ് റോഡിൽ ഈ ഭാഗത്തേക്ക് കട്ട് ചെയ്തുകൊണ്ട് റോഡ് ഡൈവേർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് കോറി വേസ്റ്റ് അടിച്ചു. അതോടുകൂടി വാഗാടിൻ്റെ പണി കഴിഞ്ഞു. ആ കോറി വേസ്റ്റിനകത്ത് കൂടി ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് സഞ്ചരിച്ചത്. ഇവിടെയൊക്കെ കോറി വേസ്റ്റ് അടിച്ചു പോയെന്നാൽ കോറി വേസ്റ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ താൽക്കാലികമായി ടെമ്പററി താറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കഴിയുന്നതല്ല, വർഷങ്ങളോളം. ഇനിയും 1-2 വർഷമൊക്കെ ഇതിലേക്ക് യാത്ര ചെയ്ത് വാഹനങ്ങൾക്ക് പോകണം. ആ പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ആ ഉള്ള റോഡൊന്ന് ടാറ് ചെയ്യുക എന്നുള്ളൊരു സാമാന്യ മര്യാദ ഇത് വാഗാടെ കാണിക്കാതിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കമ്പനികളൊക്കെ പലയിടത്തും റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ടാർ ചെയ്യുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ടാർ ചെയ്യില്ല. കുണ്ടുകളുണ്ടാകും. ആ കുണ്ടുകൾ ഒരുപാട് ആളുകൾ വെച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനുശേഷം അവിടെയൊക്കെ കുറച്ച് കോറി വേസ്റ്റ് അടിച്ച് അവിടെ പണി തീർക്കും. അതാണ് സത്യം പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള തൊലിക്കട്ടി ഉണ്ട് എന്ന് വാഗാടിന് വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണോ ഈ രീതിയിൽ കാണിച്ചു വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ ഈ പയ്യോളി ഭാഗത്തുള്ള അണ്ടർ പാസേജുണ്ട്, പയ്യോളി ഹൈസ്കൂളിൻ്റെ തൊട്ട് മുമ്പുള്ള അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുനിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ചിട്ടുണ്ട്. ഇരു സൈഡിലും അപ്രോച്ച് റോഡ് 6 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാൾ. അപ്പോൾ സൈഡ് വാളിൻ്റെ കുറച്ച് വാളൊക്കെ നേരത്തെ സ്ഥാപിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ച് നമ്മുടെ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഒരുപാട് ആളുകൾ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ട്. അത്തരത്തിൽ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വാഹനങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഇതാണ് പയ്യോളി ഭാഗത്തുള്ള. അതേപോലെ തന്നെ പയ്യോളിയിൽ ഒരുപാട് പെട്രോൾ പമ്പുകൾ. പയ്യോളി കഴിഞ്ഞാൽ പെരുമാളുകുലം, അതേപോലെ ഇന്ത്യൻ ഓയിലിൻ്റെയും, അതേപോലെ MRPL, അതേപോലെ തന്നെ HPO, പിന്നെ ഭാരത് പെട്രോളിയം, അങ്ങനെ ഒരുപാട് പിന്നെ പെട്രോൾ പമ്പുകൾ ഇപ്പോൾ നന്ദിക്കിടയിൽ ഒരുപാട് പെട്രോൾ പമ്പുകൾ പുതുതായി വന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ദേശീയപാതയിൽ എവിടെയായാലും പെട്രോൾ പമ്പിന് യാതൊരു പഞ്ഞമില്ലാത്ത ഒരു
സ്ഥിതിവിശേഷം ആയിട്ടുണ്ട്. താങ്കൾ നെഗറ്റീവ് പറയുകയാണെന്നൊക്കെ ഒരുപക്ഷെ ആളുകൾ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ യാത്ര ചെയ്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പൊടിയൊക്കെ തിന്നുകൊണ്ട് ഒരുപാട് നേരം ട്രാഫിക് ബ്ലോക്കിലൊക്കെ തെണ്ടിത്തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വികാരം അറിയാതെ വന്നു പോകും. പിന്നെ അതേപോലെ തന്നെ മറ്റ് റീച്ചുകളിൽ പോകുമ്പോൾ ഇതേ ഒരു പ്രയാസം നമുക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് പറഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം വടകരയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തതിനെതിരെയൊക്കെ സമരവും പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. കാരണം മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണിൻ്റെ ഭാഗത്താണ് ഈ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു. അത്തരത്തിൽ കുറച്ചുകൂടി വാഗാട് ഒന്നുകൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ നമ്മുടെ തിക്കോടി ഭാഗത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. പിന്നെ അത് കഴിഞ്ഞ് തിക്കോടി FCIൻ്റെ ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ 6 വരിയുടെയും താറിങ് പൂർത്തിയായി. ഈ ഭാഗങ്ങളിലൊക്കെ താറിങ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ താറിങ് പൂർത്തിയായ ഭാഗങ്ങളിൽ വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കൊക്കെ ചിലയിടത്തെങ്കിലും ഒഴിവാക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് വാഗാട് പലയിടത്തും തുറന്നു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചിലയിടത്തും ഒന്നും തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പം പയ്യോളി മുതൽ നമ്മുടെ നന്ദി മുതൽ മൂരാട് വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലയിടത്തും നമ്മൾ വാഗാട് 6 വരി പൂർത്തിയായ ഭാഗങ്ങളിൽ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേ ആണ് കാണാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേക്ക് സമാനമായിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തിക്കോടി കഴിഞ്ഞ് നന്ദി വരെയുള്ള ദേശീയപാതയിൽ റോഡുള്ളത്. വലിയ രീതിയിലുള്ള ടേണിംഗ് ഒന്നുമില്ലാതെ വിശാലമായിട്ട് തന്നെ റോഡ് കിടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ തിക്കോട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇപ്പം റീസെൻ്റ്ലി ഇവിടെ മണ്ണടിച്ചതായിരുന്നു. മണ്ണടിച്ചതിന് ശേഷം താറ് ചെയ്തിട്ടില്ല. താറിങ്ങിൻ്റെ തൊട്ട് മുന്നോടിയുള്ള ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. നേരത്തെ മണ്ണിൻ്റെ ലഭ്യത കുറവൊക്കെ പറഞ്ഞതിന് ശേഷം മേപ്പയ്യൂർ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണൊക്കെ അടിച്ചുകൊണ്ടാണ് ഈ ഭാഗത്ത് ലെവൽ ചെയ്തത്. അപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂൺ 10 വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ള ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ബോറടിക്കണ്ട എന്ന് കരുതി. പിന്നെ ചില ആളുകൾ വീഡിയോ അപ്ഡേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ. അതേപോലെ തന്നെ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നന്ദി വരെയുള്ള ദേശീയപാതയിൽ നമ്മൾ മാറ്റങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പുതിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെ മഴയ്ക്ക് ശേഷം ചില ഭാഗങ്ങളിലൊക്കെ വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നന്ദി നമ്മുടെ പയ്യോളി കൊയിലാണ്ടി ദേശീയപാതയിൽ ഈ ഭാഗത്തുള്ള വർക്ക് കൂടി നന്ദി അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇനിയും എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് നമ്മളിപ്പോഴും പല ആളുകളെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 1-2 വർഷം കൊണ്ടൊക്കെ പൂർണ്ണമായും ദേശീയപാതയുടെ വർക്ക് കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. 2026 തീരുമെന്നാണ് പറയുന്നത്. പക്ഷേ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമാണോ എന്ന കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. കാരണം വെച്ചാൽ വാഗാട് മറ്റ് പല റീച്ചുകളിലും വർക്ക് ഫാസ്റ്റായി നടക്കുമ്പോഴും ഈ റീച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും വർക്ക് നടക്കുന്നത്. ചില ആളുകൾ പിന്നെ പറയും സ്ലോ ആയാൽ എന്താ, പിന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോവില്ല എന്നൊക്കെയാണ് ചില ആളുകളുടെ ന്യായം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഗൾഫിലൊക്കെ 6 മാസവും 3 മാസം കൊണ്ടൊക്കെ എടുക്കുന്ന റോഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകണം. ഗൾഫിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും അത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകണം. പിന്നെ കാലാവസ്ഥ
പ്രതികൂലമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ചില ആളുകളുടെ ആ ഒരു സംസാരം കേട്ടാൽ നമുക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ മഴയുള്ളൂ, കേരളത്തിൽ പോലെയുള്ള ഒരു കാലാവസ്ഥ ലോകത്ത് എവിടെയില്ല എന്ന് തോന്നിപ്പോൾ. അങ്ങനെയൊന്നുമില്ല. കാലാവസ്ഥ നമ്മളെക്കാൾ മഴയുള്ള കാലാവസ്ഥയൊക്കെ പല രാജ്യങ്ങളിലുണ്ട്. അവിടെയൊക്കെ ഈ 2, 3, 4, 5 വർഷം എടുത്തിട്ടൊന്നല്ല ദേശീയപാതയുടെ വർക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്ദി ആ ഒരു ഭാഗത്തുള്ള ഫ്ലൈ ഓവറാണ്. ആ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തിൽ ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത്. ഇവിടെയൊക്കെ മണ്ണടിച്ച് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വാഗാടിൻ്റെ ക്രഷറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്രഷറി വരെയുള്ള ഈ ഒരു പ്രദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രദേശം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാഗാടിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ കൂടുതൽ അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ U-ടേൺ അടിക്കുകയാണ്. കാരണം ആ ഭാഗങ്ങളിൽ ഡ്രോൺ പറത്താൻ അനുമതിയില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.